ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ അനുപ്രഭ അശ്വിൻ. നമ്മുടെ ശരീരത്തിലെ കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സൂപ്പർ ഫുഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന 5 പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ബ്രെയിൻ, ഹാർട്ട്, ലിവർ, ലങ്സ് ആൻഡ് കിഡ്നി. മനുഷ്യന്റെ വാരിയലിന് താഴെ വലതുവശത്തായിട്ടാണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. ദഹനം മാത്രമാണ് കരളിന്റെ ജോലി എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ 500-ലധികം ശാരീരിക പ്രവർത്തനങ്ങൾ കരളിനകത്താണ് നടക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ട് നമ്മുടെ കരളിന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫിൽട്ടർ ചെയ്ത് അതിലെ പോഷകാംശങ്ങൾ വലിച്ചെടുക്കുന്നതും അതിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നതും കരൾ തന്നെയാണ്. അങ്ങനെ ശരീരത്തിലെ പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ് നിയന്ത്രിക്കുന്നതിൽ ലിവറിന് പ്രധാനമായ പങ്കുണ്ട്. വിവിധ മരുന്നുകളുടെ പ്രവർത്തനശേഷം അത് ശരീരത്തിൽ അടിയാതെ പുറന്തള്ളുന്നതും ശരീരത്തിലെ പ്രോട്ടീൻ, എൻസൈംസ്, കൊളസ്ട്രോൾ ഇവയെ നിർമ്മിക്കുന്നതും ഹോർമോണുകളുടെ ബാലൻസ് നിലനിർത്തുന്നതും കരൾ തന്നെയാണ്. ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നത് ലിവർ തന്നെയാണ്. ശരീരത്തിൽ കടന്നു കയറുന്ന ബാക്ടീരിയ, വൈറസ് പോലുള്ള അണുക്കളെ കരൾ നശിപ്പിക്കുന്നു. കരൾ രോഗമുള്ളവരിൽ ജലദോഷപ്പനി പോലുള്ള ചെറിയ ഇൻഫെക്ഷൻ പോലും മാരകമായി തീരാം. അതുകൊണ്ട് ഈ കൊറോണ കാലത്ത് കരളിൻ്റെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലിവറിന് മാത്രമുള്ള ഒരു വലിയ പ്രത്യേകതയാണ് റീജനറേറ്റിംഗ് കപ്പാസിറ്റി. അതായത് നമ്മുടെ കരളിൻ്റെ 2/3 ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടാലും ബാക്കിയുള്ള 1/3 ഭാഗത്തിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വളരാനുള്ള ഒരു കഴിവും നമ്മുടെ ലിവറിനുണ്ട്. എന്നിട്ടും ലോകത്തിലെ പ്രധാനപ്പെട്ട മരണകാരണങ്ങളിൽ 10ാമത്തെ കാരണമായി കരൾ രോഗങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കരളിന്റെ ആരോഗ്യം എങ്ങനെയാണ് നശിക്കുന്നത്? പ്രധാനമായും മദ്യപാനം തന്നെയാണ് നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നത്. മദ്യമെന്ന വിഷത്തെ നിർവീര്യമാക്കാൻ പണിയെടുത്ത് തളർന്ന് കരളിലെ കോശങ്ങൾ നശിക്കുന്നു. ഓരോ പ്രാവശ്യം മദ്യപിക്കുമ്പോഴും കരളിലെ കുറച്ച് കോശങ്ങൾ നശിക്കുന്നു. കൂടുതൽ കാലത്തേക്കും അമിത അളവിലും മദ്യപിക്കുന്നത് കരളിന്റെ റീജനറേറ്റിംഗ് കപ്പാസിറ്റിയെ നശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ മദ്യപിച്ചില്ലെങ്കിലും അതല്ലെങ്കിൽ മദ്യപിക്കാത്ത സ്ത്രീകളിലും കരൾ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നില്ല എന്നായിരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന അടുത്ത ചോദ്യം. ഇതിന് കാരണം എന്താണെന്ന് അറിയുമോ? ഇന്ത്യൻ വംശജരിൽ, പ്രത്യേകിച്ച് കേരളീയരിൽ കരളിൻ്റെ ജനിതകപരമായി തന്നെ കരളിൻ്റെ ആരോഗ്യം കുറവാണ്. അതുപോലെ തന്നെ പ്രമേഹ സാധ്യതയും കൂടുതലാണ്. അതിനോടൊപ്പം നമ്മുടെ തെറ്റായ ഭക്ഷണ ശൈലിയും ജീവിത രീതിയും കൂടിയാകുമ്പോൾ കരൾ അടിയറവ് പറയും. 3ാമതായി കരളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്, അതല്ലെങ്കിൽ കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ 5 ഇനം വൈറസുകൾ മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും മലിനമായ ഭക്ഷണത്തിലൂടെയോ കുടിവെള്ളത്തിലൂടെയാണ് ശരീരത്തിലെത്തുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നീ വൈറസുകൾ ശരീരദ്രവങ്ങളിൽ കൂടെയാണ് ശരീരത്തിലെത്തുന്നത്. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. 2021 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം ഹെപ് കാൺ വെയിറ്റ് എന്നാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതനാണോ എന്ന് എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന്, അതിലൂടെ നമ്മുടെ ലൈഫിനെ തന്നെ സേവ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ കൂടുതൽ പേരിലും കണ്ടുവരുന്ന കരൾ രോഗമാണ് ഫാറ്റി ലിവർ. കൊഴുപ്പ് കണികകൾ കരളിലെ കോശങ്ങൾക്കിടയിൽ അടിയുന്ന അസുഖമാണിത്. അതിൽ 8% കൊഴുപ്പടിയുമ്പോൾ അത് ഗ്രേഡ് 1 ഫാറ്റി ലിവറായും, 12% കൊഴുപ്പടിയുമ്പോൾ ഗ്രേഡ് 2 ഫാറ്റി ലിവറായും, 15% ഫാറ്റ് കരളിലെ കോശങ്ങൾക്കിടയിൽ അടിയുമ്പോൾ അത് ഗ്രേഡ് 3 ഫാറ്റി ലിവറായി മാറുന്നു. ഇത് കരൾ വീക്കത്തിലേക്കും പിന്നീട് ഫൈബ്രോസിസ് വന്ന് കരളിന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ സിറോസിസ് ആയി മാറുകയും ചെയ്യുന്നു. അമിതവണ്ണമുള്ളവരിൽ, പ്രത്യേകിച്ച് കുടവയറുള്ളവരിൽ വയറിന് ചുറ്റും അല്ലെങ്കിൽ ലിവറിന് ചുറ്റും കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞ് ഫാറ്റി ലിവർ കൂടുതലായി ഇന്ന് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ തെറ്റായ ആഹാര രീതി തന്നെയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഒരു ടിൻ കോളയിൽ അല്ലെങ്കിൽ 300 ml കോളയിൽ 30 ഗ്രാം ഷുഗറുണ്ട്. നമ്മളിന്ന് കൂടുതലായി കഴിക്കുന്ന ജങ്ക് ഫുഡിലും പ്രോസസ്ഡ് ഫുഡിലും കെമിക്കൽസും കളേഴ്സും എണ്ണയും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം അരിച്ചു മാറ്റുന്ന ലോഡും നമ്മുടെ ലിവറിന് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം കൂടുതൽ കഴിക്കുമ്പോൾ ഷുഗർ അല്ലേ ഉണ്ടാവുന്നത് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലിവറിലാണ്. ഇൻസുലിൻ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ലിവർ അതിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ട്രെസ് മൂലമുള്ള ഓവർ ഈറ്റിങ്ങും ഇതുപോലെ തന്നെ അമിതവണ്ണത്തിലേക്കും ഫാറ്റി ലിവറിലേക്കും നയിക്കാറുണ്ട്. ഈ അമിതവണ്ണം കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ക്രാഷ് ഡയറ്റ് ചെയ്യുന്നതും ഫാറ്റി ലിവറിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ കരളിന് വന്നാലും തുടക്കത്തിൽ അത് യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. വളരെയധികം കരളിൻ്റെ പ്രവർത്തനങ്ങൾ അപകടത്തിലാവുമ്പോൾ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുള്ളൂ.
കാണപ്പെടുന്ന ലക്ഷണങ്ങൾ പ്രധാനമായും വയറിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി കരളിൻ്റെ സ്ഥാനത്ത് ചെറിയ കഴപ്പോ വേദനയോ അങ്ങനെ കാണുന്നു. അതല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞതായി തോന്നുക, കൂടുതലായിട്ട് അസിഡിറ്റി ഉണ്ടാകുക, ഓക്കാനം വരിക, ഛർദി, പെട്ടെന്ന് ഇടയ്ക്ക് ക്ഷീണം തോന്നുക, പകൽ ഉറക്കം കൂടുക, രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കുക, നെഞ്ചെരിച്ചിലായിട്ട് അനുഭവപ്പെടുക, ശരീരത്തിൻ്റെ നിറം കുറയുക, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കരളിൻ്റെ പ്രവർത്തനം ഗണ്യമായി കുറയുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കരളിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. മുൻകാലങ്ങളിൽ 45 മുതൽ 60 വയസ്സ് പ്രായമുള്ള കുറച്ച് പ്രായം കഴിയുമ്പോഴായിരുന്നു ഫാറ്റി ലിവർ കണ്ടുപിടിച്ചിരുന്നത്. 10 വർഷം കൊണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആവുകയും പിന്നെ കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ ഗ്രേഡ് 3 ആവുകയും, അതായത് ഒരു 80 വയസ്സിലൊക്കെയാണ് അത് ഗ്രേഡ് 3യിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കരൾ രോഗം മൂലം മരണപ്പെടുന്നവരും കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ തെറ്റായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും മൂലം 20 വയസ്സാകുമ്പോൾ തന്നെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ കരളിനെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? 5GB എന്ന കീവേഡിലൂടെ നമുക്ക് ഈ സൂപ്പർ ഫുഡ്സിനെ ഓർക്കാം. ഗാർലിക്, ഗ്രേപ്സ്, ഗ്രീൻ ടീ, ഗൂസ്ബെറി, ഗ്രീൻ ലീവ്സ്, കൂടാതെ ബീട്രൂട്ടും. ഇതാണ് നമ്മുടെ 5GB. ഇതിനു പുറമെ ചെറുനാരങ്ങയും മഞ്ഞളും നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണത്തിന് പുറമെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുകയും ദിവസവും വ്യായാമം ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അപകടകരമായ മദ്യപാനം ഒഴിവാക്കണം. BP, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവ നിയന്ത്രിക്കണം. വ്യക്തി ശുചിത്വം വേണം. ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് മരുന്നുകൾ കഴിക്കണം. ലിവറിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് LFTയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും സ്കാനിങ്ങും കൃത്യമായ ഇടവേളകളിൽ നടത്തുകയും വേണം.